ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ക്യാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ഞായറാഴ്ചയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ 2,10,00,000 രൂപ പ്രീസെയിലായി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിലും മികച്ച ട്രെൻഡിംഗ് സിനിമ നേടിയെടുത്തിട്ടുണ്ട്. മണിക്കൂറിൽ 2,000-ന് മുകളിൽ ടിക്കറ്റാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3,60,00,000-ന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിവിൻ പോളിയും അമിതാഭ് ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മലയാള സിനിമ തിയേറ്ററിലെത്തുന്നത് ആഗസ്റ്റ് 21 വെള്ളിയാഴ്ചയാണ്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആരംഭിച്ചത്. ഇന്ന് ഉച്ചയോടെ തന്നെ പ്രീസെയിലായി കേരളത്തിൽ 25 ലക്ഷം പിന്നിട്ട ഈ സിനിമ വൈകിട്ട് 5 മണിയോടെ 50 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 60 ലക്ഷത്തിന് മുകളിൽ പ്രീസെയിൽ കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് തുടക്കം. ആശിഷ് ജോ ആന്റണി, മോഹൻലാൽ, സായി കുമാർ, മനോജ് കെ ജയൻ, കെ.ബി. ഗണേഷ് കുമാർ എന്നിവരുടെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുള്ള ഒരു ഡാറ്റ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 21,55,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,65,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 24,20,00,000 രൂപയാണ്. ടോട്ടൽ ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് $1.66 മില്യൺ, അതായത് 15,90,00,000 രൂപ. അങ്ങനെ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 40,10,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ 12ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 22 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 40,80,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. തുടക്കം എന്ന സിനിമയ്ക്കൊപ്പം ആഗസ്റ്റ് 7 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ് ആദ്യമായി നായകവേഷത്തിലെത്തിയ ഈ സിനിമ അരുൺ മാതേശ്വരനാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. വമ്പൻ തരംഗമായി മാറിയ ഈ സിനിമ 11 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 19,04,00,000 രൂപയും കേരളത്തിൽ 17,07,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. തെലങ്കാനയിൽ 11,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 7,53,00,000, ആന്ധ്രാപ്രദേശിൽ 6,52,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,83,00,000 എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഗ്രോസായി നേടിയെടുത്തത് 65,59,00,000 രൂപയാണ്. വിദേശത്ത് $2.36 മില്യൺ, ഏകദേശം 22,70,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തത് 88,29,00,000 രൂപയാണ്. ഇനി 12ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 60-65 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 17,70,00,000 റേഞ്ചിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 2.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 12 ദിവസം കൊണ്ട് 90,75,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സൂര്യനായകനായി വെങ്കി അടലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ചിത്രത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച കൂടിയായ 5 ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ ആദ്യ ദിവസം തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 7,70,00,000 രൂപയും, 2ാം ദിവസം 12,28,00,000 രൂപയുമാണ്. 3ാം ദിവസമായ ഞായറാഴ്ച 9,92,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 3,31,00,000 രൂപയാണ്. അങ്ങനെ 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 33,21,00,000 രൂപയാണ്. ഷെയറായി സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 16,33,00,000 രൂപയുമാണ്. തമിഴ്നാട്ടിൽ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 40 കോടി രൂപയ്ക്കാണ്. ചിത്രത്തിന്റെ തെലുങ്ക് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 8,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2ാം ദിവസം 10,45,00,000 രൂപയും, 3ാം ദിവസമായ ഞായറാഴ്ച 10,07,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. 4ാം ദിവസം കൂടിയ ഇന്നലെ തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ 4,64,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 33,76,00,000 രൂപയാണ് തെലുങ്ക് കളക്ഷൻ. ഇതിൽ തെലങ്കാനയിൽ 17,51,00,000 രൂപയും ആന്ധ്രയിൽ 16,25,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് ഷെയറായി സിനിമയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് 16,60,00,000 രൂപയാണ്. തെലുങ്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 20 കോടി രൂപയ്ക്കാണ്. ഇനി ഈ ചിത്രത്തിന്റെ കർണാടക കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 1,94,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2ാം ദിവസമായ ശനിയാഴ്ച 3,39,00,000 രൂപയും, 3ാം ദിവസമായ ഞായറാഴ്ച 2,97,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. ഇന്നലെ തിങ്കളാഴ്ച കർണാടകയിൽ നിന്ന് 1,10,00,000 ഉൾപ്പെടെ ടോട്ടൽ 9,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഷെയറായി ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് 4,42,00,000 രൂപയാണ്. കർണാടക തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 5 കോടി രൂപയ്ക്കുമാണ്. കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 1,59,00,000 രൂപയും, 2ാം ദിവസം 1,82,00,000 രൂപയുമാണ്. 3ാം ദിവസമായ ഞായറാഴ്ച 1,54,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 60 ലക്ഷം രൂപയാണ്. സിനിമ കേരളത്തിൽ 4 ദിവസം കൊണ്ട് അങ്ങനെ നേടിയെടുത്തത് 5,57,00,000 രൂപയാണ്. കേരള ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 2,45,00,000 രൂപയാണ്. ഇവിടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 3,25,00,000 രൂപയ്ക്കുമാണ്. 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 83,06,00,000 രൂപയാണ്. വിദേശത്ത് $4.44 മില്യൺ, അതായത് 42,63,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്.
ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 125 കോടി 69 ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 150 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 45 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 കോടി റേഞ്ചിലാണ് സിനിമ 5 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് 7 കോടി റേഞ്ചിൽ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 5 ദിവസം കൊണ്ട് 90 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് ഗ്രോസ് 135 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് വമ്പൻ തരംഗമായി മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ആവാരവൻ 2. നിതിൻ കക്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ദിഷ പട്ടാണി, ഷബാന ആസ്മി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 3,10,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 23,60,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 109 കോടി 2 ലക്ഷം രൂപയും വിദേശത്ത് 21 കോടി 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 130 കോടി 82 ലക്ഷം രൂപയാണ് വേൾഡ് ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. ഏകദേശം 35-40 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബട്ട്വാര 1947. രാജ്കുമാർ സന്തോഷി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, പ്രീതി സിൻഡ, കരൺ ഡിയോൾ, അലി ഫസൽ, ഷബാന ആസ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 7,54,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ 4 ദിവസം കൊണ്ട് 33 കോടി 95 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 6 കോടി 25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 40 കോടി 20 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 120 കോടി ബഡ്ജറ്റിൽ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശാൽ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് മകുടം. ഈ ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ 1 കോടി 30 ലക്ഷം രൂപയും ആന്ധ്രയിൽ 47 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 24 ലക്ഷം, തെലങ്കാനയിൽ 15 ലക്ഷം, കേരളത്തിൽ 7 ലക്ഷം എന്നിങ്ങനെ 2 കോടി 23 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. ടോട്ടൽ വേൾഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2 കോടി 30 ലക്ഷം രൂപയുമാണ്. സിനിമ വമ്പൻ ദുരന്തമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 9 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 37 കോടി 26 ലക്ഷം രൂപയാണ്. കർണാടകയിൽ നിന്ന് 73 കോടി 34 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 50 കോടി 90 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ നിന്ന് 41 കോടി 69, ആന്ധ്രയിൽ നിന്ന് 18 കോടി 29 എന്നിങ്ങനെ സൗത്ത് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 221 കോടി 48 ലക്ഷം രൂപയാണ്. ഇന്നലെ 19-ാം ദിവസമായ തിങ്കളാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 2 കോടി 87 ലക്ഷം രൂപയാണ്. ടോട്ടൽ 3D എക്സ്പെൻസ് ഉൾപ്പെടെ 635 കോടി 54 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. 3D എക്സ്പെൻസ് ഒഴിവാക്കി ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 569 കോടി 38 ലക്ഷം രൂപയാണ്. ഷെയറായി സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 252 കോടി 33 ലക്ഷം രൂപയുമാണ്. $225 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി 20,000 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 3,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. 32 ദിവസം കൊണ്ട് 13 കോടി 80 ലക്ഷം രൂപയാണ് അങ്ങനെ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ 32 ദിവസം കൊണ്ട് 239 കോടി 92 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഷെയറായി കിട്ടിയിരിക്കുന്നത് 99 കോടി 35 ലക്ഷം രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.